ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുപമ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനുപമ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലാണ്. എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. മാഡം, എൻ്റെ കല്യാണം ഒത്തിരി ലേറ്റായിട്ടാണ് കഴിഞ്ഞത്. ഹസ്ബൻഡിന് 38 വയസ്സ്. അതിന് കാരണം ഞാൻ കുറേ വർഷങ്ങളായി ഗൾഫിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിലെ സ്ഥിതി അതിദയനീയമായിരുന്നു. എൻ്റെ സൗന്ദര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് സ്വന്തമായി ഇല്ലായിരുന്നു. അച്ഛനും എൻ്റെ സഹോദരനും വരുത്തി വെച്ച കടം, സ്വന്തമായ വീടില്ല, വാടക വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതം നോക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത്, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്ന്. ആ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാഡം, എൻ്റെ സൗന്ദര്യം കൊണ്ടാകാം, ബ്യൂട്ടി പാർലർ ചെന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, അവിടെ നിന്ന് പലപ്പോഴും പലരും എന്നെ പല രീതിയിൽ നിർബന്ധിക്കാൻ തുടങ്ങി. മോളെ, പുറത്തു പോയി 1 മണിക്കൂർ അറിഞ്ഞൊന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണം കിട്ടുമെന്ന്. വേണ്ട, ഞാൻ ഒരു കന്നി പെണ്ണാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല, പിഴച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന പല പെണ്ണുങ്ങളും, പല രാജ്യങ്ങളുള്ള പെണ്ണുങ്ങളും ലെഷർ സമയത്ത് പോയി ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനും അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി, എനിക്ക് കല്യാണം കഴിക്കാൻ യോഗ്യത ഇല്ല, ഒരാളെ കബളിപ്പിക്കാൻ എനിക്ക് വയ്യ, വേണ്ട, ഇങ്ങനെ ജീവിതം ജീവിച്ചൊടുങ്ങാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് അധികമൊന്നും അധ്വാനിക്കേണ്ടി വന്നില്ല. ഗൾഫിൽ തന്നെ 5-6 സുഹൃത്തുക്കൾ എനിക്ക് കൂട്ടായി നിന്നു. അതായത് ആകെ 5-6 പേര് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഒത്തിരി കൈകളിലേക്ക് മാറി മാറി പോകുന്നതിന് പകരം ഇത്രയും പേർക്കുള്ളിൽ ഞാൻ സുരക്ഷിതമായി നിന്നു. അവർക്കെല്ലാം എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവരുടെ ഭാര്യമാരെക്കാൾ കൂടുതൽ അവരെന്നെ പ്രേമിച്ചു, മോഹിച്ചു. 2-3 പേർ ചേർന്ന് വരുമ്പോൾ സൽക്കരിക്കാനും ഞാൻ റെഡിയായിരുന്നു. എല്ലാവരും പരസ്പരം അറിയാവുന്ന സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് അവർ എനിക്ക് വേണ്ടി തന്നു. എൻ്റെ വീട്ടിലെ കടങ്ങളെല്ലാം തീർത്തു. ഹൈവേ സൈഡിൽ തന്നെ 2-3 വീടുകൾ ഞാൻ വാങ്ങി സെറ്റിലായി. എല്ലാവരെയും, എൻ്റെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സെറ്റിലാക്കി. എൻ്റെ എല്ലാ കടവും വീട്ടി. പിന്നെ എനിക്ക് ഒരു 2 കോടിയോളം രൂപയുടെ എല്ലാ കാര്യങ്ങളുമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇനി ഇത് നിർത്താം, ഒരു ജീവിതം ഇനിയെങ്കിലും തുടങ്ങാം. അതിന് അമ്മയാണ് എന്നെ ഉപദേശിച്ചത്. അമ്മയ്ക്ക് പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അമ്മ പറഞ്ഞു, മതി, ഇനിയിപ്പോൾ എല്ലാ പണവുമായി കഴിഞ്ഞപ്പോൾ, എല്ലാം രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ ജീവിതം നോക്കൂ. ഞാൻ പറഞ്ഞു, അമ്മേ, ഒരാളെ ചതിക്കുകയാണെന്ന്. അമ്മ പറഞ്ഞു, ചതിയും വഞ്ചനയൊന്നുമില്ല, ഇത്തിരി പ്രായമുള്ള ഒരാളായിരിക്കും നിന്നെ കല്യാണം കഴിക്കാൻ വരിക. അപ്പോൾ പിന്നെ നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവനും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതായിരിക്കാം, ആരും ഫ്രഷ് അല്ല മോളെ. അതുകൊണ്ട് കൂടുതൽ നീ വിശദീകരിക്കേണ്ട, എനിക്ക് മനപ്രയാസമാകും. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം, എല്ലാ ദുരിതങ്ങളും തീർന്നല്ലോ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ ആദ്യമായി നാട്ടിലേക്ക് വന്ന് സെറ്റിലായത്. അന്ന് തൊട്ടാണ് എൻ്റെ ജീവിതം മാറി തുടങ്ങിയത്. നാട്ടിൽ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി, നിനക്ക് പറ്റിയൊരു ചെക്കനെ ഞാൻ കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, എന്നെ ഭരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കുമെന്ന്. അമ്മ പറഞ്ഞു, ഈ നാട്ടിൽ ഇഷ്ടംപോലെ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാതെ നിൽക്കുകയാണ്, നല്ല നല്ല ആളുകൾ കാണും. അപ്പോൾ 40 അല്ലെങ്കിൽ നിൻ്റെ പ്രായത്തിന് 3-4 വയസ്സ് കൂടിയ ആൾക്കാരൊന്നും കിട്ടാൻ ഒരു പാടുമില്ല, ചെക്കന്മാരൊക്കെ വെറുതെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് അമ്മ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കിട്ടാൻ ഒത്തിരി പേർ റെഡിയാണ്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾ, അങ്ങനെ ഒരാളെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി, ഒരു ചെക്കനുണ്ട്, പ്രശ്നമൊന്നുമില്ല, പാവമാണ്, അവൻ നിനക്ക് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ ഭർത്താവിനും കല്യാണം നോക്കിയിട്ട് നടക്കുന്നേയില്ലായിരുന്നു. കൊച്ചു പിള്ളേരെയൊക്കെ നോക്കിയായിരിക്കാം. അവസാനം എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഇഷ്ടമായി. അതുമാത്രമല്ല, കെട്ടിലും മട്ടിലുമൊക്കെ എൻ്റെ കുടുംബം അങ്ങേരെക്കാൾ വലിയ പ്രൗഢിയിലാണ് ഇപ്പോൾ. പിന്നെ പുള്ളി വീഴാതിരിക്കുമോ? അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത്. എന്തുകൊണ്ടും ഭർത്താവ് ഉദ്യോഗം എന്ന് പറയുന്ന നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് കിട്ടിയത്. തിരുവായ്ക്ക് എതിർവായില്ല, ഞാൻ പറയുന്നത് പോലെയാണ് എല്ലാം. പക്ഷേ ആദ്യ ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അങ്ങേര് ഈ പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു ശുപ്പാണ്ടിയാണ്.
കാര്യം മാഡം, ആണത്വം എന്ന് പറയുന്നത് എതിരെ കൂടെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അങ്ങനെയല്ലെങ്കിലും പെണ്ണ് വിചാരിച്ചാൽ ആണിനോട് പറഞ്ഞാൽ ആണ് അറിഞ്ഞു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കുറവുകളുണ്ടെങ്കിൽ പരിഹരിച്ചെടുക്കാം. അതുകൊണ്ട് ഞാനായിരുന്നു ഭർത്താവിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തത്. 1 മാസം ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നു. എൻ്റെ പഴയകാല വലിയ സർക്കസൊന്നും ഞാൻ പുറത്തെടുത്തില്ല. നല്ലൊരു പെണ്ണിനെ പോലെ, ഒന്നും അറിയാത്തവളെ പോലെ അടങ്ങി ഒതുങ്ങി നിന്നു. 1 മാസം കഴിഞ്ഞപ്പോഴും ക്ലച്ചും പച്ചയും പിടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വട്ടിളകി. ഞാൻ പറഞ്ഞു, ഇങ്ങനൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. കടലിൽ കായം കലക്കി പോലെ ഇരിക്കും. ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ലാന്ന്. പ്രതീക്ഷിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ഞാൻ പറഞ്ഞതുപോലെ നന്നായി എന്നോട് പെരുമാറ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഉൾസൂത്രങ്ങളുടെ രസാവഹമായ കുറിപ്പുകൾ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി പുള്ളി അനുസരണയുള്ള ഒരോമനക്കുട്ടനായി മാറി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിൽക്കും. മറ്റ് കാര്യങ്ങളിൽ പ്രകടന തൽപരത വളരെ കുറവാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ആക്കി അഴിച്ച് എടുത്തുവെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ മാഡം, എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയല്ലേ പറ്റൂ. കാര്യം ഞാൻ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ത്രീയാണ്. 6 പേര്, അവർ എത്ര സൗന്ദര്യമുള്ളവരായിരുന്നു, എത്ര കഴിവുള്ളവരായിരുന്നു, എത്ര വ്യത്യസ്തമായ പുരോഗമനമായ കാര്യങ്ങളിൽ കൂടി കടന്നുപോയ എന്നോട് ഇങ്ങനെയുള്ള ഒരുത്തൻ വന്നിട്ട് അവിടെയുമല്ല ഇവിടെയുമല്ലെന്ന് പറഞ്ഞ് പെരുമാറിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാൻ കളത്തിലിറങ്ങി പുള്ളിയോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു മികച്ച ഗുരുവായി മാറിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഭർത്താവിനെ നിനക്ക് നിർത്താൻ പറ്റിയത്. മാഡം ഇത് കേൾക്കുമ്പോൾ ഞാൻ തൻ്റെടിയല്ലേ എന്ന് തോന്നും. പക്ഷേ ഞാൻ തൻ്റെടിയാണ്. കാരണം ജീവിതമാണ് എന്നെ അങ്ങനെ ആക്കി മാറ്റിയത്. ആണുങ്ങളാണ് എന്നെ ഇത്രയും തൻ്റെടിയാക്കിയത്. അടങ്ങാത്ത കനല് പോലെ ഞാൻ ആളെ കത്തുന്നവളാണെന്ന് പറഞ്ഞാൽ ഞാനും സമ്മതിക്കും. എൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മയും അവിടെയുണ്ട്. അമ്മായിച്ചൻ ഇത്തിരി പ്രായമുള്ള ആളാണ്, കുറച്ച് വയ്യായ്കയുണ്ട്. പക്ഷേ അമ്മായിമ്മ ജില്ലെന്ന് നടക്കും. നമുക്ക് ഇത്തിരി വശപ്പശക തോന്നുന്ന ടൈപ്പാണ്. എങ്കിലും ഭയങ്കര ആഭിജാത്യം പറച്ചിലാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരാണ് ലോകത്തിൽ ആദ്യം പൊട്ടിമുളച്ചുണ്ടായ സ്ത്രീ. അവരുടെ കയ്യിലൊരു തെറ്റുമില്ല. അവർ പുണ്യാളത്തിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തി പറയും, ഗൾഫിലല്ലായിരുന്നോ നീ, അപ്പം നീ ജീവിതം കുറെ കണ്ടു കാണുമല്ലോ എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും അല്ലാത്ത രീതിയിൽ എന്നെ പറയും. മാഡം, അവർക്ക് എന്നോട് എന്തോ ഒരു ചൊരുക്കുള്ളത് പോലെ തോന്നി. ഒരു പക്ഷേ എനിക്ക് തോന്നിയത് അവർക്ക് എന്നെ മനസ്സിലായി കാണും. അവർക്ക് എന്നെ മനസ്സിലായെങ്കിൽ അവരെ എനിക്ക് മനസ്സിലായി. കാര്യം അവരും കെട്ടഴിച്ചു വിട്ട ഒരു മനസ്ഥിതിയുള്ള സ്ത്രീയാണ്. പക്ഷേ ഇവിടെ വന്ന് തറവാട്ടമ്മ ചമഞ്ഞു നിൽക്കുകയാണ്. ഭർത്താവിനോട് അവർക്ക് ബഹുമാനമില്ല, മക്കളോട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അവർ ഇടയ്ക്ക് എവിടേക്കോ ചാടിത്തുള്ളി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രായമായിട്ടും ഒന്നും നിർത്താൻ പറ്റാത്ത ഒരു പ്രത്യേക ടൈപ്പാണ് അവരെന്ന് എൻ്റെ മനസ്സ് ആദ്യമേ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവർ മിടുക്കിയാണ്. ഒരു തെളിവ് പോലുമില്ല. എല്ലാവരോടും ഭയങ്കര കാര്യമായി സംസാരിക്കും. അതുമാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങ് നന്മ വിളമ്പും. ഇവരുടെ നന്മ വിളമ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നി. ചില സമയത്തുള്ള അവരുടെ നോട്ടവും ഭാവവും ഫോൺ വിളിയുമൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ അമ്മ എന്തോ ഒളിക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ആളുണ്ടല്ലോ, അങ്ങേരുമായിട്ട് നിങ്ങൾക്കൊരു സാമ്യം തോന്നുന്നില്ല. കാര്യം നിങ്ങളുടെ അച്ഛൻ്റെ ഛായ നിങ്ങൾക്കില്ല. അതുമാത്രമല്ല നിങ്ങളുടെ ചേട്ടനും ആ ഛായ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ആ മൗനം എന്തോ ദുരൂഹതയുള്ളത് എനിക്ക് തോന്നി. അവസാനം നിർബന്ധിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ശരിക്കും അവരുടെ 2 പേരുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അതായത് ഹസ്ബൻഡിൻ്റെയും ചേട്ടൻ്റെയും. ശരിക്കും ഇപ്പോൾ ഉള്ളത് രണ്ടാനച്ഛനാണ്. അയാൾക്ക് നല്ല പൂത്ത പണമുണ്ടായിരുന്നു. അയാളെ അമ്മ എവിടെ നിന്നോ കണ്ടുമുട്ടി വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ഭർത്താവ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൈസയ്ക്ക് വേണ്ടി അമ്മ ആദ്യകാലങ്ങളിൽ ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോയില്ലേ എന്ന് പറഞ്ഞതുപോലെ 3-4 കുറ്റികൾ അമ്മയ്ക്കുമുണ്ടായിരുന്നു എന്ന് ഭർത്താവിനെ ഒന്ന് കീ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മണി പോലെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ചുമ്മാതല്ല അവർ എന്നെ തിരിച്ചറിഞ്ഞത്, വർഗത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ.
ഒരു ദിവസം അവർ എന്നോട് പറയുകയാണ്, ആ നിനക്കിപ്പോഴെങ്ങും കുട്ടികളുണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, ഗൾഫിലൊക്കെ പോയി നീ കുറേ നാൾ നിന്നയല്ലേ, അപ്പോൾ പെട്ടെന്ന് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് ഇല്ലെന്ന്. ഞാൻ ചോദിച്ചു, ഗൾഫിൽ പോകുന്നതും കുട്ടികളുണ്ടാകുന്നതും തമ്മിൽ എന്താ ബന്ധമെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, ആ ഗൾഫിൽ പോയ പെണ്ണുങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ച് ഒഴിവാക്കിയ പല കഥകളും കേട്ടിട്ടുണ്ട്, നിനക്കും അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളായിട്ടും ഒരു ഗുണവും ഉണ്ടാകാത്തത് എന്ന് പറഞ്ഞു. അന്ന് ശരിക്കും ഞാൻ ദേഷ്യപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭർത്താവ് എങ്ങനെ വന്നെന്നും ആദ്യ ഭർത്താവ് എവിടെ പോയെന്നും നിങ്ങളിവിടെ എന്താ കാണിച്ചതെന്നും നിങ്ങൾക്ക് എത്ര കാമുകന്മാരുണ്ടെന്നും ഒക്കെയുള്ള ലിസ്റ്റ് നിങ്ങളുടെ മകൻ തന്നെ എൻ്റെ കയ്യിൽ വിശദമായിട്ട് എഴുതി തന്നിട്ടുണ്ട്, അത് ഞാൻ പുറത്തങ്ങ് വിടും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനും തിരിച്ചു പറഞ്ഞു. അമ്മായിമ്മ അത് കേട്ട് ഷോക്കായി. പിന്നെ എൻ്റെ ഭർത്താവ് വന്നപ്പോഴേക്കും ഭർത്താവിനോട് എൻ്റെ കാര്യം പറഞ്ഞ് ഉടക്കും വഴക്കുമായി. ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തി, നീ എന്തിനാണ് ഞാൻ പറഞ്ഞ രഹസ്യങ്ങൾ അമ്മയോട് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളമ്മ എന്നെ നല്ലപോലെ ചൊറിഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഭർത്താവ് പിന്നെ അതിൻ്റെ പേരിലൊന്നും പറയാൻ വന്നില്ലെങ്കിലും അമ്മായിമ്മ പിന്നെയും 2-3 ദിവസം കൂടെ വഴക്കുണ്ടാക്കി. ഭർത്താവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മേ കൂടുതൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ കഥകൾ എല്ലാവരോടും പറയും. ഇതിപ്പം മകന് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ മക്കൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കും അമ്മയുടെ താണ്ഡവം. പക്ഷേ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ അമ്മയും കുറ്റപ്പെടുത്തും. കാര്യം നമ്മൾ രണ്ടുപേരും സ്ത്രീകളാണെന്ന് പറഞ്ഞു. അതങ്ങ് ഏറ്റു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എന്നോട് ഭയങ്കര പഞ്ചാര വർത്തമാനമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ എന്നോട് എൻ്റെ ഹിസ്റ്ററികളൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ വിട്ടു പറഞ്ഞില്ല. ഗൾഫിൽ പണക്കാരനായ ഒരാളുണ്ടായിരുന്നു, അങ്ങേർ എന്നെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് എനിക്കൊരു കാമുകനുണ്ട്, പക്ഷേ അയാൾ എന്നെ ചതിച്ചു, കല്യാണം കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. 6 പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ 6-ാം തുള്ളിൽ തുള്ളുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം വിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ അമ്മായിയമ്മ എൻ്റെ തലയിൽ കയറും. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എത്ര പേരുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അമ്മ കഥകളങ്ങ് കുടഞ്ഞിടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, 6-ലും 60-ലും 6000-ലും അമ്മയുടെ കഥകൾ തീരില്ല. കാര്യം അമ്മയ്ക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് പണത്തിനോടും ആണുങ്ങളോടും. പക്ഷേ അമ്മ പറയുന്നത് ആദ്യത്തെ മകൻ അത് അമ്മയെ കല്യാണം കഴിച്ച ആളുടെ തന്നെയാണ്. പക്ഷേ 2ാമത്തെ മകൻ അമ്മയ്ക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ്. ബന്ധത്തിലുള്ള ഒരു പയ്യൻ, അന്നത്തെ കാലത്ത് അവനെ അമ്മ കണ്ടു മോഹിച്ചു. അമ്മ ദീപം തെളിച്ചു, ഇരുട്ട് മാറ്റി. അപ്പോൾ ചെക്കൻ വന്നു. അമ്മയ്ക്കാണെങ്കിൽ ആ ചെക്കനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. കൊച്ചു പയ്യനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എൻ്റെ ഭർത്താവ് എന്നതുകൊണ്ട് അങ്ങേർക്ക് കുറച്ച് മണ്ടത്തരമുണ്ടെന്നും ബുദ്ധി വികസിച്ചിട്ടില്ലെന്നും അതുമാത്രമല്ല ആണത്തം കുറവാണെന്നും അമ്മായിമ്മയോട് പ്രഖ്യാപിച്ചു. അവന് നിന്നെ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് അമ്മായിമ്മ കൂട്ടിച്ചേർത്തു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാവുന്ന? അമ്മ പറയുക, എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ മൂത്തവൻ അവൻ അടിപൊളിയാണ്, ഇളയവൻ അവൻ കാശിന് കൊള്ളാത്തതാണ്. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് കാശിന് കൊള്ളാത്തൊരു ഭർത്താവായിരിക്കും നല്ലത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ലക്ഷണം മനസ്സിലായെന്ന് അമ്മായിയമ്മ തുറന്നും പറഞ്ഞു. അതെനിക്ക് ദേഷ്യമുണ്ടാക്കിയെങ്കിലും അവർ പറഞ്ഞത് കറക്റ്റാണ്. അവരെ എനിക്ക് തിരിച്ച് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവരെ ഞാൻ 4 പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടാക്കി ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയായി മാഡം. പക്ഷേ ഹസ്ബൻഡുമായി ഞാൻ മുന്നേറിപ്പോയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല. ഒരു കുട്ടി ഉണ്ടാകും തോന്നുന്നില്ല. ആദ്യം എന്തായാലും ഡോക്ടറെ കണ്ടേക്കാം എന്ന് വിചാരിച്ചു. പോയി നോക്കിയപ്പോൾ അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റാണ്. കൗണ്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ കൈകൊട്ടി ചിരിച്ചു. എൻ്റെ മോനല്ലേ, എനിക്ക് നേരത്തെ അറിയാവുന്ന ഇവരൊരു സൈക്കോ തള്ളയാണെന്ന് എനിക്ക് അപ്പോഴാണ് മാഡം തോന്നിയത്. അമ്മായിമ്മ എന്നെ ആശ്വസിപ്പിച്ചു. മോളെ, ഞാൻ പറയുന്നത് ഇനി നീ കേൾക്കുക. എന്താമ്മേ, ഞാൻ പറയുന്ന വഴിയിൽ കൂടി പോയാൽ മതി. ചികിത്സ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ കുറേ പണം പോയി കിട്ടും, അതും ലക്ഷങ്ങൾ. എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? അല്ലമ്മേ, ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്ന്
ഞാൻ പറഞ്ഞു തരാം. എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവന് 2 പിള്ളേരുണ്ട്. ഒരു പ്രശ്നവുമില്ല, അവന് ഫ്രീ ആണ്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങ് വരില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വല്ല ആയുർവേദ ഹോസ്പിറ്റലിൽ പോ. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ആയുർവേദ മരുന്ന് കഴിച്ച് അങ്ങ് ചികിത്സിക്കാൻ തുടങ്ങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി എൻ്റെ മൂത്ത മകൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം. ഇടയ്ക്കിടയ്ക്ക് അവൻ തന്നെയല്ലേ ഉള്ളൂ, അവൻ്റെ ഭാര്യ ഗൾഫിലല്ലേ, 2 കുട്ടികളും ബോർഡിങ്ങിലാണ്. അവനിവിടെ ജോലിയുള്ളത് കൊണ്ട് എറണാകുളത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവനെ വിസിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിനക്ക് ഓക്കെ ആക്കും. ഇല്ലെങ്കിൽ അമ്മേ നീ കൈ നീട്ടി ഇങ്ങനെ വിളിച്ചോന്ന് പറഞ്ഞ് അമ്മ ആക്ഷൻ കാണിച്ചു. അമ്മേ അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ നീ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ ശേഷം വലിയ രീതിയിൽ നന്മയുള്ളവളായിട്ട് ചമയരുതേ, നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ ഭർത്താവിനെ കൊണ്ട് എന്തിനു ഉപകാരമുണ്ടാകാനാണ്. അതുകൊണ്ടാണ് മാഡം ഞാൻ അമ്മായിമ്മ പറഞ്ഞതുപോലെ തന്നെ കേട്ടു. പിന്നെ ഹസ്ബൻഡ് ചേട്ടൻ എന്നെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അദ്ദേഹം സൗന്ദര്യമുള്ളവനാണ്, പിന്നെ സ്വതന്ത്രമായി ജീവിക്കുന്നവനുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ ബോർഡിങ്ങിലുമാണല്ലോ. പുള്ളിക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ സ്വതന്ത്രനും ചുള്ളനുമാണെന്ന് എനിക്കറിയാം. അമ്മ പറഞ്ഞു ഇതാണ് ശരിയായ വഴിയെന്നും. ഞാനും അമ്മായിമ്മയും തമ്മിൽ ഒരേ മനഃപ്പൊരുത്തമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിനങ്ങ് സമ്മതിച്ചു മാഡം. അങ്ങനെയാണ് ഹസ്ബൻഡിനെ ചികിത്സിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ഞാനും അമ്മയും കൂടെ പുള്ളിയുടെ ഫ്ലാറ്റിൽ പോകാൻ തുടങ്ങിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കാര്യം മനസ്സിലായി. പുള്ളി അവിടെ വഴിവിട്ട ജീവിതമാണ് നയിക്കുന്നത്. പല പെണ്ണുങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട്. പല വസ്ത്രങ്ങളും ഞങ്ങൾ കണ്ടു. അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. കാര്യം അമ്മയും മകനും തമ്മിൽ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് വലിയ സഹകരണമില്ല. വരുമ്പോൾ പണം കൊടുക്കും, അതല്ലാതെ വെളിയും പറച്ചിലുമൊന്നുമില്ലായിരുന്നു. പിന്നീട് അമ്മ അങ്ങോട്ട് കയറി ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അങ്ങ് സമ്മതിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മകനും തമ്മിൽ ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ കണ്ടന്റ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം അമ്മയും മകനും തമ്മിൽ പണ്ടേ വലിയ അടുപ്പമാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ചൂട്ടുപിടിച്ചിരുന്നത് ഈ ഒരു ചേട്ടനാണ്. അമ്മായിയമ്മ എൻ്റെ മുന്നേ വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണ്, നീ ഇത്രയും കേവനാണല്ലോ, അതുകൊണ്ടൊരു കാര്യം പറയുകയാണ്, 5-6 വട്ടമേ ഞങ്ങൾ വരികയുള്ളൂ, ഇവൾക്കൊരു റിസൾട്ട് നീ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, റിസൾട്ട് ഉണ്ടാക്കാൻ ഞാനിവിടെ വലിയ പരീക്ഷയൊന്നും നടത്തുന്നില്ലെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, നടത്തിയാലും നടത്തില്ലെങ്കിലും 5 വട്ടം അതിനുള്ളിൽ എനിക്ക് റിസൾട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് മാഡം അവർ അതിർത്തികൾ ലംഘിച്ച് മകനെ ഒരടിമയെപ്പോലെ നിർത്തി പെരുമാറുന്നത് ഞാൻ കണ്ടത്. ആദ്യം അയാളൊരു വീരനെ പോലെ പെരുമാറിയെങ്കിലും അമ്മായിമ്മ അങ്ങോട്ട് ചെന്ന് അങ്ങേരെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും മെരുങ്ങിയൊരു ആനയെപ്പോലെയാണ് അയാൾ പെരുമാറിയത്. അങ്ങേർക്കെന്തോ എന്നോട് ഇത്തിരിയൊരു പ്രശ്നം ആദ്യമുണ്ടായിരുന്നു. പക്ഷേ അമ്മായിമ്മയാണ് പറഞ്ഞത്, നീ പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ മകനെ മാനേജ് ചെയ്യാൻ എനിക്കറിയാം, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു. എനിക്കത് ആശ്ചര്യമായിരുന്നു. എത്രയൊക്കെ മലകൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടിയില്ലേ മാഡം? പക്ഷേ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അവർ പെട്ടെന്ന് ആടിക്കുഴഞ്ഞു. മകനെ ഒരുക്കിയെടുക്കാൻ അവർക്കൊരു പ്രയാസമുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണെങ്കിലും എനിക്കവിടെ അത്യന്തം ഒരു കാഴ്ചക്കാരിയുടെ റോള് മാത്രമായിരുന്നു. എന്നിട്ട് അവസാനത്തെ 10 മിനിറ്റ് മാത്രം എനിക്ക് വേണ്ടി അവർ അനുവദിച്ചു തന്നു. എടി ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മകനോട് പ്രണയമൊന്നും ആകാമെന്ന് നീ വിചാരിക്കണ്ട, അവനെ ഞാൻ വിട്ടുതരില്ല. പക്ഷേ നിനക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം, അതും വളരെ കുറച്ച് സമയത്തേക്ക് എന്ന് പറഞ്ഞ് അവസാന ഭാഗത്തിൽ എൻ്റെ രംഗപ്രവേശനമായിരുന്നു. മാഡം 5 വട്ടം എന്നാണ് പറഞ്ഞത്. അമ്മായിമ്മ ഡേറ്റൊക്കെ നോക്കി 5 വട്ടമല്ല, എന്നെ 9 വട്ടം കൊണ്ടുപോയി. 9 വട്ടം കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മാഡം ആ ശുഭവാർത്ത എനിക്ക് മനസ്സിലായത്. അതോടുകൂടി വീട്ടിൽ എല്ലാം ഓക്കെയായി. ഇപ്പോൾ ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് മാഡം. ഇപ്പോൾ 6 മാസമായി. പക്ഷേ
കുഞ്ഞിനെ കണ്ടതോടുകൂടി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ നിലപാട് മാറ്റിയിരിക്കുകയാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വരും. ഭർത്താവില്ലാത്ത സമയത്ത് വന്ന് എന്നോട് കാര്യമായി പെരുമാറുകയും എന്നെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഭാര്യയെ ഇഷ്ടമല്ല, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാം, അതല്ലാതെ പറ്റില്ല, നീയാണ് എൻ്റെ ഭാര്യയാകാൻ പറ്റിയവൾ എന്നൊക്കെ പറയുകയാണ്. എൻ്റെ അമ്മായിയമ്മ മകനുമായിട്ട് പൊരുതി ഓടിച്ചു വിടുകയും ചെയ്യും. ഇതിപ്പോൾ 5-6 വട്ടമായിട്ട് നടക്കുന്നു. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അമ്മായിയമ്മ പറഞ്ഞത് അതൊന്നും പ്രശ്നമല്ല, അവൻ സെൻറ്റിമെൻറ്റ്സ് മൂത്ത് പറഞ്ഞതാണ്, അവനെ ഞാൻ ഒതുക്കിക്കോളാം, എൻ്റെ കയ്യിലാണ് അവൻ്റെ താക്കോലിടുന്നത്, നീ അവനുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷന് പോകണ്ട, അവോയ്ഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും മോഹം തോന്നുകയാണെങ്കിൽ പുറത്ത് എനിക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാം. എൻ്റെ മകനുമായി നിനക്കിനി ഒരു ബന്ധവും വേണ്ട, നീ എൻ്റെ ഇളയ മകനുമായി സന്തോഷമായി കഴിഞ്ഞാൽ മതി, എല്ലാം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ സ്വഭാവം കാണുമ്പോഴേക്കും അയാൾ പ്രശ്നമുണ്ടാക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട് മാഡം. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു ചാടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ അങ്ങേർക്ക് ചിലപ്പോൾ നിങ്ങളോട് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായി കാണും. എന്ന് വെച്ചിട്ട് അങ്ങയുടെ ഭാര്യയാകാൻ പോയി കഴിഞ്ഞാൽ എന്താ ഗുണം? ഒരു ഗുണവുമില്ല. അപ്പോൾ എല്ലാം കണക്കാണ്. അമ്മായിയമ്മയും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ ചേട്ടനൊക്കെ ആണെങ്കിലും എല്ലാം ഓരോ കാര്യങ്ങളിലും അലകുലത്തായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ഒരാൾ നേർവഴിക്ക് നടക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ അതിനിടയ്ക്ക് സ്നേഹം, സെൻറ്റിമെൻറ്റ്സ്, പ്രേമം ഇതിലൊന്നും വലിയ കാര്യമില്ല. പ്രാക്ടിക്കലായുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയുക, അങ്ങനെ അടുപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങയുടെ കുഞ്ഞാണെന്ന് അങ്ങനെ പറഞ്ഞ എന്ത് ഒന്നുമില്ല. പെണ്ണ് പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ അറിയുക പോലുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി തെളിവുകൾ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ അയാളോട് അയാളുടെ പാട്ടിന് പോകാൻ പറയാം. പിന്നെ നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം, ആരെ സ്നേഹിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. അത് അർത്ഥം മുറിച്ച് പറയാം. എന്ത് വന്നാലും നിങ്ങൾ എന്ത് ഗോസിപ്പ് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഉള്ളത് പറഞ്ഞാലും തെളിവുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, നമുക്ക് പറയാം എനിക്ക് താല്പര്യമില്ല, ഒരാൾക്ക് താല്പര്യമില്ല, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, അത്രയേ ഉള്ളൂ. അങ്ങനെ അടുപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പേടിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഇത്രയും ജീവിതം കണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് മാത്രമേ യെസ് പറയാവൂ. അത് ഒത്തിരി ആലോചിച്ചിട്ട്. നോ പറയുമ്പോഴും ആലോചിക്കണം, പക്ഷേ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനോട് നോ പറയാം. അമ്മായിയമ്മ വിളിക്കുന്ന കാര്യങ്ങളോടും അമ്മായിയമ്മ പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കാര്യങ്ങളോടും നിങ്ങൾക്ക് നോ പറയാം. നിങ്ങൾക്ക് യെസ് പറയേണ്ട കാര്യങ്ങൾ യെസ് പറഞ്ഞ് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഇത്രയും നാളും അലകുലത്തായിരുന്നല്ലോ, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. എന്നിട്ട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ മതി, കാര്യങ്ങൾ ഓക്കെ ആകും. അല്ല അതിനകത്ത് വലിയ കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല.